നമസ്കാരം. ഗോഡ് ഫാദർ ഇല്ലാതെ സ്വയം സംഗീതം അഭ്യസിച്ച് കലാരംഗത്തേക്ക് ചുവടുവെച്ച ഏലിയാസിൻ്റെ ജീവിതം ഒരു പോരാളിയുടേതായിരുന്നു. 4 സഹോദരങ്ങൾക്ക് അയാൾ ഒരു മാതൃകയായിരുന്നു. എന്നാൽ ചെറുപ്രായത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടോടിയ അയാൾ ഇടയ്ക്ക് എവിടെ വെച്ചോ തളർന്നുപോയി. ഒടുവിൽ 26-ാം വയസ്സിൽ തൻ്റെ ജീവിതം അയാൾ അവസാനിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തൊടുപുഴ മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് മ്യൂസിക് ബാൻഡിലെ പ്രധാനിയായ യുവ സംഗീതജ്ഞൻ ഏലിയാസ് എൽദോസിനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ മരണം ഉൾക്കൊള്ളാനായിട്ടില്ല. സ്വന്തം കഴിവുകൊണ്ട് ആരുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അംഗീകാരങ്ങളുടെ പടവുകൾ കയറിയ ഒരു കലാകാരൻ്റെ അന്ത്യം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ്. തൊടുപുഴ മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു ഏലിയാസ്. 1.5 വയസ്സ് മുതൽ ഇവിടുത്തെ ഡയറക്ടർ ജോഷി മാത്യു ഓടക്കലിൻ്റെ സംരക്ഷണയിലാണ് അദ്ദേഹം വളർന്നത്. സംഗീതത്തോടുള്ള അമിതമായ അഭിനിവേശം തിരിച്ചറിഞ്ഞ ജോഷി മാത്യു തന്നെയാണ് ഏലിയാസിനെ ഈ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയത്. കീബോർഡും ഗിറ്റാറും വായിക്കാൻ ഏലിയാസ് പഠിച്ചത് ആരുടെയും ശിക്ഷണമില്ലാതെയായിരുന്നു. യൂട്യൂബ് നോക്കി മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിലൂടെ അദ്ദേഹം ഈ ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടി. പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിക്കൊപ്പം 2018 കൊച്ചി മറൈൻ ഡ്രൈവിൽ വേദി പങ്കിടാൻ കഴിഞ്ഞതാണ് ഏലിയാസിൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളിലൊന്ന്. ഏലിയാസിൻ്റെ ഗിറ്റാറിലെ മാന്ത്രിക പ്രകടനം കണ്ട് സ്റ്റീഫൻ ദേവസി പോലും അതിശയിച്ചിരുന്നു. മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് മ്യൂസിക് ബാൻഡിലെ പ്രധാനിയായിരുന്നു ഏലിയാസ്. അവിടുത്തെ മറ്റു കുട്ടികളെ സംഗീത ഉപകരണങ്ങൾ പഠിപ്പിക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. 1.5 വയസ്സുള്ളപ്പോഴാണ് ഏലിയാസ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെത്തുന്നത്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അമ്മയ്ക്ക് പരിചരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ജോഷി മാത്യു നയിക്കുന്ന ഫൗണ്ടേഷൻ അവനെ നെഞ്ചോട് ചേർത്തത്. അന്നു മുതൽ ജോഷി മാത്യുവിൻ്റെയും സ്നേഹാമ്മയുടെയും പ്രിയപ്പെട്ട മകനായി, ആ ഫൗണ്ടേഷൻ്റെ രാജകുമാരനായി അവൻ വളർന്നു. 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ മാനസിക വളർച്ചയില്ലാത്ത കുട്ടിയാണോ എന്ന് സംശയിച്ച് അത്തരം കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റേണ്ടി വരുമോ എന്ന് സ്ഥാപന അധികൃതർ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ കണക്കിൽ അവൻ കാണിച്ച ബുദ്ധി അതിശയിപ്പിക്കുന്നതായിരുന്നു. പിന്നീട് സംഗീതത്തിലും വലിയ താല്പര്യമാണ് അവൻ പ്രകടിപ്പിച്ചത്. ഇത് മനസ്സിലാക്കിയ ജോഷി അവനെ സംഗീതം പരിശീലിപ്പിച്ചു. അധ്യാപകർ പഠിപ്പിക്കുന്നത് കൂടാതെ യൂട്യൂബിൽ നിന്ന് നോട്ട് എടുത്ത് പഠിച്ച് അവൻ സംഗീതത്തിൽ അത്ഭുതം കാണിക്കാൻ തുടങ്ങി. സംഗീതജ്ഞനായ സ്റ്റീഫൻ ദേവസിയുടെ പ്രശസ്തമായ ഒരു സംഗീതത്തിൻ്റെ നോട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ചാണ് അദ്ദേഹത്തോടൊപ്പം അതേ നോട്ട് സ്റ്റേജിൽ വായിച്ച് സ്റ്റീഫൻ ദേവസിയെ ഏലിയാസ് അത്ഭുതപ്പെടുത്തിയത്. BSW പാസ്സായ ശേഷം മുംബൈയിൽ നിന്നും മ്യൂസിക് പ്രൊഡക്ഷൻ പഠിച്ച ഏലിയാസ് ബെൻ ബാൻഡ് എന്ന മ്യൂസിക് ബാൻഡിന് രൂപം നൽകിയിരുന്നു. അനേകം ആളുകളുടെ സഹായത്തോടെയും കടം വാങ്ങിച്ചും പ്രൊഫഷണൽ മികവോടെ പണിതീർത്ത ബെൻ ബാൻഡ് സ്റ്റുഡിയോയും അവന് വേണ്ടിയായിരുന്നു. മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ നിന്ന് സംഗീത ലോകത്തെത്തി തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഏലിയാസ് വിട പറയുമ്പോൾ ഇവിടുത്തെ അന്തേവാസികൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ ശൂന്യത നിറയുകയാണ്. പ്രണയനൈരാശ്യമാണ് ഏലിയാസ് ജീവനെടുക്കാൻ കാരണമെന്നാണ് വിവരം. മുറിയിലുണ്ടായിരുന്ന സുഹൃത്തുക്കളും ഫൗണ്ടേഷനിലെ അന്തേവാസികളും സ്ഥാപകനായ ജോഷി മാത്യുവിനൊപ്പം മലയാറ്റൂർ പള്ളിയിൽ പോയി തിരികെ വെള്ളിയാഴ്ച പുലർച്ചെ എത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ ഏലിയാസിനെ കാണുന്നത്. ഗോവയിലെ സംഗീത പരിപാടി കഴിഞ്ഞ് 8-നാണ് ഏലിയാസ് മടങ്ങിയെത്തിയത്. ട്രെയിൻ യാത്രയ്ക്കിടെ വീഴ്ചയിൽ കാലിന് പരിക്കേറ്റിരുന്നതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് 9-ാം തീയതി രാത്രി ഉറങ്ങാൻ പോയ ഏലിയാസിനെ പിറ്റേന്ന് രാവിലെ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് കതക് തകർത്ത് അകത്ത് കയറുകയായിരുന്നു. അപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം സ്വദേശമായ തലക്കോട് സെന്റ് മേരീസ് യാക്കോബായ സിറിയൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. അതേസമയം ഏലിയാസിന്റെ മരണം തന്നെ ഞെട്ടിച്ചുവെന്ന് സ്റ്റീഫൻ ദേവസിയെ പ്രതികരിച്ചു. അവൻ പോയി എന്ന് കേട്ടപ്പോൾ വല്ലാത്ത ഷോക്കായി. ഇപ്പോഴും അതിൻ്റെ വിഷമമുണ്ട്. ഏലിയാസിനെ ഓർത്തിട്ട് ഇപ്പോഴും വിഷമിക്കുകയാണ്. അവൻ്റെ ആത്മാവ് സമാധാനമായിട്ട് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്.